അതായത് ഇന്ത്യ ടുഡേയില് നമ്മൾ യഥാർത്ഥ 2018 ഡിസംബർ 6-ാം തീയതിയാണ് മലയാള ടെലിവിഷനിലേക്ക് മുണ്ടു വിപ്ലവം കൊണ്ടുവരുന്നത്. അത് യഥാർത്ഥത്തിൽ ഇതും പറയാം, ആൾക്കാർ പറയാം അവരാണ് തള്ളി അവർ മറിച്ചോട്ടെ. പക്ഷേ മുണ്ടു വിപ്ലവം ഈ ഫ്ലോറിൽ നിന്നാണ് തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാം. ഈ മുണ്ടു വിപ്ലവം ഉത്തരേന്ത്യയിലേക്ക് പടരുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാഴ്ച ഇന്ന് രാവിലെ ഇന്ത്യ ടുഡേ വെച്ച് നോക്കിയപ്പോൾ കണ്ടു. ഇന്ത്യ ടുഡേ രാജീവ് സർദേശായി കണ്ടില്ലേ, മുണ്ടെടുത്ത് നിൽക്കുന്നു. രാജീവ് സർദേശായി നല്ല ഒന്നാന്തരം മുണ്ടെടുത്ത് നിൽക്കുന്നു. പക്ഷേ ഇതിന് മനസ്സിലായോ? അതായത് 5 സ്ഥലങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടുത്തെ 5 സ്ഥലത്തെ കോസ്റ്റ്യൂമാണുള്ളത്. കേരളം, തമിഴ്നാട്, ആസാം, പുതുച്ചേരി, അതുപോലെ തന്നെ ബംഗാൾ. ഇപ്പൊ ഈ 5 സ്ഥലത്തെ ഉണ്ട്. രാജീവ് സർദേശി മുണ്ടെടുത്ത് കഴിഞ്ഞ് വികാരഭരിതനായി. അതുകൊണ്ട് നമ്മുടെ കമന്റ് വല്ലതും വന്ന് നോക്കുകയാണ്. എന്തായാലും നോർത്ത് ഇന്ത്യയിൽ എല്ലാ TV ചാനലുകളിലും ഈ മുണ്ടു വിപ്ലവം പടരട്ടെ നമ്മൾ ആശംസിക്കുന്നു. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഫ്രണ്ടില് ഈ അതല്ല ഈ 5 സംസ്ഥാനങ്ങളെയും ഭക്ഷണ സാധനങ്ങൾ വെച്ചിരിക്കുക. കരിക്കുണ്ട്. നമ്മൾ ഇതുവരെ കരിക്കിറക്കിയിട്ടില്ല. രാജീവ് സർദേശ് ഒരു പടി കൂടെ കടന്നു. ആ കരിക്കെടുത്ത് നമ്മുടെ തല ഇടിച്ചു കളഞ്ഞു. ഉപ്പേരി പിടിക്കാതെ മനുഷ്യ. ഞാൻ ഇതുവരെ നോക്കിയിട്ട് അതിനകത്ത് ഉപ്പേരി കണ്ടില്ല. കണ്ടോ? റെഡി. അപ്പൊ എന്തായാലും രാജീവ് സർദേശ് താങ്കൾ പൊയ്ക്കോളൂ. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിന്റെ കാര്യങ്ങൾ പറയട്ടെ. അപ്പൊ ഇത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? അദ്ദേഹത്തെ പോലെ ഇരുത്തം വന്ന ഒരു ജേർണലിസ്റ്റ്. ഓക്കെ, റെഡി. വന്നു കഴിഞ്ഞു. സമയം 7:22 എന്ന് പറഞ്ഞാൽ ഇത് ബാക്കി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ഇലക്ഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇത് വലിയ ടെൻഷനാണ്. എനിക്ക് കിടന്നിട്ട് ഉറങ്ങും. ഞാൻ ഇന്നലെ പാചകത്തി കയറിയെന്ന്. എന്റെ പൊന്നസ്കേൻ സത്യം ഉറക്കം വരുന്നില്ല. ഓരോ അരമണിക്കൂർ ഉണരുകയാണ്. മനസ്സിലാക്കാം. ഇത് നമുക്ക് പാചകത്തി കയറേണ്ട ഒരു കാര്യം അത് ഒരു കാര്യം കൊണ്ടല്ല കരുത്, 2 കാര്യം കൊണ്ടും. അതെ, കൊപ്ര ഉണങ്ങുന്ന പോലെ വേറെന്തോ ഉണങ്ങുന്ന എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തിനാ ടെൻഷൻ? സ്ഥാനാർത്ഥി ടെൻഷൻ പോലെ നമ്മൾ രാവിലെ നമ്മുടെ ജോലി 5-6 തവണ പറഞ്ഞു, ഒരു പ്രയോജനമില്ല. ഇല്ല, അതെ, പെരുമ്പറ അടിക്കുന്ന പോലെ സ്വയം പറയാണ് അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംപ്രേഷണത്തിൽ നമുക്ക് വാശിയുണ്ട്. എസ്കെന്റെ കരിയറിലെയും എന്റെ കരിയറിലെയും അടക്കം ഏറ്റവും ഉദ്വേഗം തെരഞ്ഞെടുപ്പാണെന്നാൽ തർക്കം വേണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ഉദ്വേഗമുള്ള ഒരു തിങ്കളാഴ്ച, ഒരു ഞായറാഴ്ച പൂർത്തിയായി എന്താകും സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു തിങ്കളാഴ്ച സഗീർ ആരാണ്? നല്ല മനുഷ്യനായിരുന്നു. ഓക്കെ, അപ്പൊ അതെ, ഓക്കെ, അത് കുഴപ്പമില്ല. ഇല്ലല്ല, ഞാൻ അവിടെ നിർത്തി. കാര്യം അത് വഴിയിലെങ്ങണം വെച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല, ഞാൻ ഒരു പെട്ടെന്നൊരു കാര്യം പറയാം. ഈ നമ്മുടെ രാഘവൻപിള്ള സാർ ജനയുത്തുള്ളൂ ജനറൽ മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് ലതാദേവി. അപ്പൊ ലതാദേവിയുടെ സഹോദരിയാണ് ഉഷ കോളേജ് അധ്യാപിക. അപ്പൊ ഈ ഉഷ ഞങ്ങൾ ഒരു കാലം പഠിച്ച കാണുമ്പോഴൊക്കെ ഞാൻ പറയും, നിന്റെ അച്ഛനെ എങ്ങനെ കൈക്കിട്ടി ഞാൻ ചവിട്ടി കൂട്ടിക്കളയും കേട്ടോ, ഇങ്ങനെ ഒരെണ്ണത്തിനെ കാമ്പസിലേക്ക് വിട്ടത് എന്നിങ്ങനെ പറയുമായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഈ ഉഷയും ഒരു പ്രായ മനുഷ്യനെ കാണുന്നു. അപ്പൊ പറയുന്നു, ശ്രീകണ്ഠന് മനസ്സിലായോ, നീ ചവിട്ടി കൂട്ടു എന്ന് പറഞ്ഞ ലത ഇത് രാഘവൻപിള്ളയായിരുന്നു പറഞ്ഞു. ഞാൻ നിന്ന് ഉരുകയല്ലാതെ മാർക്കും. ഞാൻ പറഞ്ഞു, അങ്ങ് ജനയുദ്ധത്തിന്റെ ജനറൽ മാനേജർ ആയിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, അല്ല, ഞാനതൊരു തമാശക്ക്. മനസ്സിലായി. ഓരോ ദിവസവും ചവിട്ടി കൂട്ടുന്ന വാർത്ത ഇവിടെ കൃത്യമായി വന്ന് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഓക്കെ, അത് നാട് വളരെ അടുത്താണ്. നെല്ലുണങ്ങുന്നതിലൂടെ കുറിഞ്ഞാത്തരത്തിലാണ് ഉണങ്ങുന്നത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. കൊപ്ര ഉണങ്ങുന്നതിലൂടെ പിണ്ണാക്കുണങ്ങുന്ന കാര്യമുണ്ടോ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഉണങ്ങുക. എന്ന് പറഞ്ഞാൽ ഇതാ സമയം 7:25 ഇനി ആകെയുള്ളത് 35 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഓരോ മിനിറ്റ് കഴിയുന്നതോടും കാൽവിരലിൽ നിന്നും എന്തോ ഒരു പറയാൻ കഴിയാത്ത വികാരം ഇങ്ങനെ എരിപൊരി സഞ്ചാരം കയറി മുന്നോട്ട് വരികയാണ്. സ്കേൻ ആകെ ഒരു ജഗപക, ആകെ ഒരു കിടിലംകൊള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.